ഓശാന ഞായറാഴ്ച പള്ളിയിൽ സുവിശേഷ ഭാഗം വായിച്ച് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. യേശു കഴുതപ്പുറത്ത് ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗമാണ്. ആളുകൾ ഓശാന വിളികൊണ്ട് യേശുവിനെ എതിരേറ്റു. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം പെട്ടെന്ന് രക്ഷിക്കുക, സേവ് അസ് അറ്റ് വൺസ് എന്നാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ആർത്ത് വിളിച്ചത്? അവർ വളരെ കഷ്ടപ്പാടിലാണ് കഴിഞ്ഞിരുന്നത്. ഒരു രക്ഷകനെ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. യേശുവാണ് ആ രക്ഷകനെന്നും അറിയാം. യേശു ദേവാലയത്തിലേക്ക് വരുന്നതും അറിയാം. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടി യേശുവിനെ രാജാവാക്കി തീർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും. യേശു രാജാവായാൽ ഇവരുടെ ശത്രുക്കളെയൊക്കെ അടിച്ചു മാറ്റി ഇവർക്ക് രക്ഷ നൽകുമല്ലോ. അതുകൊണ്ടായിരിക്കണം അങ്ങനെ അവർ വിളിച്ചു പറഞ്ഞത്. യേശു ഈ കാര്യം മനസ്സിലാക്കി. തന്നെ ഈ ലോകത്തിൻ്റെ ഒരു രാജാവാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് യേശു മനസ്സിലാക്കി. ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്നൊന്നും അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് അവരിയ്ക്കുന്നത്. അവർ ഒരു കുതിരപ്പുറത്ത് വാളും പരിചയമൊക്കെ ആയിട്ട് വരുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശു വാസ്തവത്തിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരു ടാബ്ലോ പോലെ ഒരു നാടകം തന്നെ അഭിനയിക്കുകയായിരുന്നു. എത്ര വാക്കുകളിലൂടെ പറഞ്ഞാലും മനസ്സിലാവാത്തവർക്ക് ഒരു ടാബ്ലോ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ കഴുതയുടെ പുറത്ത് വന്നത്. കഴുതയുടെ പുറത്താണ് വാളും പരിചയമില്ല, വലിയ വിലകൾ മാത്രമേ കയ്യിലുള്ളൂ, ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് ഇതിനേക്കാൾ നല്ല ഒരു മാർഗമില്ല. എത്ര ഞാൻ സമാധാനത്തിൻ്റെ രാജാവാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. ഈ ചെറിയ ഒരു നാടകം സ്കിറ്റിലൂടെ എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാളും പരിചയവും ഉപയോഗിച്ച് മറ്റുള്ളവരെ വെട്ടിവീഴ്ത്തുന്ന ഒരു രാജാവല്ല എന്ന്. ഇതാണ് അതിൽ നിന്ന് എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം. രണ്ടാമത്, ഈ ഓശാന പാടുക എന്നൊരു പ്രയോഗമുണ്ട്. ഓശാന പാടുക എന്നുള്ള പ്രയോഗം അത് എന്തിനെ ഉദ്ദേശിച്ചുള്ളതാണ്? സ്തുതി പാടുക. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ അർത്ഥം അതല്ലല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഒറിജിനൽ അർത്ഥം പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല, പക്ഷേ പരോക്ഷമായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയോട് നമ്മളെ രക്ഷിക്കണമെന്ന് നമ്മൾ കേണപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ മഹത്വം നമ്മൾ പ്രഘോഷിക്കുകയല്ലേ. അതുകൊണ്ട് ഞങ്ങളെ ഉടനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ആർത്ത് വിളിച്ച അവർ ശരിക്കും യേശുവിനെ സ്തുതിക്കുക തന്നെ ആയിരുന്നു. ഓശാന പാടുക എന്നുള്ള പ്രയോഗം വന്നത് എനിക്ക് തോന്നുന്നത് ഈ സ്തുതി പാഠകന്മാരുടെ വേഷം കണ്ടിട്ടായിരിക്കണം എന്നാണ്. ചിലർക്കൊക്കെ സ്തുതി പാഠകന്മാരുണ്ട്. ചിലർ അങ്ങനെ കാശ് കൊടുത്ത് ശമ്പളം കൊടുത്ത ആൾക്കാരെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ സ്തുതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട്.
സാധാരണ സ്വാഗത പ്രസംഗങ്ങളിലൊക്കെ ഇങ്ങനെ സ്തുതി പാടാറുണ്ട്. അപ്പം ഞാൻ ഒരുപാട് മീറ്റിങ്ങുകളിലേക്ക് പോകുന്ന ഒരാളാണ്. എന്നോടൊക്കെ ബയോഡാറ്റ ചോദിക്കും. ഞാൻ ബയോഡാറ്റ കൊടുക്കില്ല. ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം ശക്തിപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിൽ എന്തനുഭവങ്ങളൊക്കെ വേണോ അത് ഞാൻ പറഞ്ഞോളാം. അല്ലാതെ എന്നെപ്പറ്റി കുറേ അപദാനങ്ങൾ പറയാം. ചിലപ്പോൾ നമുക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് എന്നെപ്പറ്റി തന്നെയാണോ പറയുന്നത് എന്ന്. പലപ്പോഴും അത് അതിര് കവിഞ്ഞു പോകാറുണ്ട് സ്വാഗത പ്രസംഗങ്ങൾ. തട്ടിൽ പിതാവ്, അന്ന് തട്ടിലച്ഛനായിരുന്നു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ പ്രെയർ മീറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് വരും. ഒരിക്കൽ അദ്ദേഹം ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ആലുവ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് മദർ തെരേസ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്, കേരളത്തിൽ വന്നത്. മദർ തെരേസ അവിടെ ആ സ്ഥലം സന്ദർശിക്കുകയാണ്, ആലുവ സെമിനാരി സന്ദർശിക്കുകയാണ്. അവർ വളരെ നേരത്തെ പോയി സ്ഥലം പിടിച്ചു. മദർ തെരേസ വന്നു. സ്വാഗത പ്രസംഗകൻ 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ മദർ തെരേസയുടെ അവദാനങ്ങൾ വർണ്ണിച്ചു. എല്ലാം ശാന്തമായി കേട്ട് ഇരുന്ന മദർ തെരേസ തൻ്റെ ഊഴം വന്നപ്പോൾ എഴുന്നേറ്റ് ചെന്ന് 2 വാചകങ്ങളിൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു. ഐ live because of Jesus. Jesus lives because of priest. യേശു മൂലമാണ് താൻ ജീവിക്കുന്നത്. ഒരു വൈദികൻ മൂലമാണ് യേശു ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഇതാണ് എൻ്റെ അർത്ഥം. വൈദിക വിദ്യാർത്ഥികളോട് ഇനി ഇതിലപ്പുറം ഒന്നും പറയാനില്ല. അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു പക്ഷേ നീണ്ട സ്വാഗത പ്രസംഗം ചെയ്ത ആൾക്ക് അവർക്കൊരു പാഠം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു ഈ ചെറിയ ഷോർട്ടായിട്ടുള്ള മെസ്സേജിലൂടെ. ഇതുപോലെ ഒരു കഥ ഞാൻ വേറെ കേട്ടിട്ടുണ്ട്. അത് ഒരു വലിയ ധനാഢ്യൻ തൻ്റെ ഹൗസ് വാമിങ്ങിന് ആൾക്കാരെ ക്ഷണിച്ചു. അങ്ങനെ ഹൗസ് വാമിങ്ങിന് ആൾക്കാർ വന്നു. അവരിങ്ങനെ വീടൊക്കെ ചുറ്റി നടന്ന് കാണുകയാണ്. അതിൽ ബെഡ്റൂംസ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സ്നാക്സൊക്കെ ഇടയ്ക്ക് കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിൻ്റെയൊക്കെ സമയം ആകുമ്പോൾ ഏകദേശം 12-12:30 മണിയാകുന്നത് വരെ ഇങ്ങനെ ഈ ആദ്യം കണ്ട ആ വീട്ടിൽ ചുറ്റിക്കറങ്ങി നടന്നു. കഴിഞ്ഞ് വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഇനി നമുക്ക് വീട് കാണാൻ പോവാം. അപ്പോൾ ആൾക്കാരൊക്കെ അതിശയിച്ചു. അപ്പോൾ ഇതല്ലേ വീട്? പറഞ്ഞു, അല്ല, ഇത് എൻ്റെ ഔട്ട് ഹൗസ് മാത്രമാണ്, വീട് വേറെ ഇരിക്കുന്നു. അപ്പോൾ പലപ്പോഴും ഔട്ട് ഹൗസ് ഒരു വീടിനേക്കാൾ വലുതായിരിക്കാം. സ്വാഗത പ്രസംഗത്തേക്കാൾ വലുതായി പോകാം. സ്വാഗത പ്രസംഗത്തിൽ അധികവും മുഖസ്ഥിതി പറയലായിരിക്കും, ഓശാന പാടലായിരിക്കും. വീണ്ടും ആ കഴുതയിലേക്ക് തന്നെ മടങ്ങി വരാം. 3 സുവിശേഷങ്ങളിലും വിവരിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അതിൽ ഒരു സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത. അതിനു മുമ്പൊരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ആ കഴുതയെ വിളിക്കാനായിട്ട്, കഴുതയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശിഷ്യന്മാരെ അയക്കുന്നുണ്ട്. അവർ ചെന്നിട്ട് അതിൻ്റെ ഉടമസ്ഥനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എന്താണെന്നോ, ഞങ്ങളുടെ യജമാനൻ്റെ ഇതിൻ്റെ ആവശ്യമുണ്ട്, ഇത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാണ് യേശു അയക്കുന്നത്. അവിടെ നിങ്ങൾ ചെല്ലുമ്പോൾ
ഒരു കഴുതയെ അതിൻ്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് കാണും. അവരോട് പറയണം, ഞാൻ അഴിച്ചു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ അവർ വന്ന് ചോദിക്കും എന്താണെന്ന്. അവ പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, യജമാനന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അതൊരു പാസ്വേഡാണെന്നാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ഇതൊക്കെ നേരത്തെ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. എവ്രിതിങ്. യേശുവിനറിയാം എന്താ ചെയ്യേണ്ടതെന്നറിയാം. അവിടെ ചെല്ലുമ്പോൾ എന്നെ പിടിച്ച് രാജാവാക്കാൻ നോക്കും. അപ്പോൾ എനിക്ക് അവരുടെ മുൻപിൽ നിന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു നാടകം ആവശ്യമാണ്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാസ്വേഡായിട്ട്. അത് പറഞ്ഞ വഴിക്ക് തന്നെ അവർ വിട്ടുകൊടുത്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. അങ്ങനെ ഈ കഴുതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്നാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്ന് പറഞ്ഞാൽ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത കഴുത എന്നാണ്. പരിശീലനം ലഭിച്ചിട്ടുള്ള കഴുതകൾക്ക് പ്രത്യേകതയുണ്ട്. അത് ആളുകളെ കയറ്റി അക്ഷോഭ്യനായിട്ട് പോകും. ഔസപിതാവ് മാതാവിനെ കയറ്റി കൊണ്ടുപോയത് കഴുതപ്പുറത്താണല്ലോ. പിന്നീട് ഉണ്ണിയേശുവിനെയും മാതാവിനെയും വീണ്ടും കൊണ്ടുവന്നത് കഴുതപ്പുറത്തൊക്കെയാണ്. അപ്പോൾ അത് പരിശീലനം കിട്ടിയ കഴുതകളാണ്. ഇത് ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്ന് പറയുമ്പോൾ പരിശീലനം കിട്ടാത്ത കഴുതയാണ്. അതങ്ങനെ അനുസരിക്കില്ല ആരെയും. കുറേ കാലത്തെ പരിശീലനം കൊണ്ട് മാത്രമേ അനുസരണമുള്ള ഒരു കഴുതയായി അത് മാറുള്ളൂ. എനിക്ക് നല്ല പരിചയമുള്ളത്, എൻ്റെ അപ്പൻ തൃശ്ശൂർ വന്നാണ് കാളകളെ മേടിക്കുക. വീട് കുഴിക്കാട്ടുശ്ശേരിയിലാണ്. കുഴിക്കാട്ടുശ്ശേരിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് തൃശ്ശൂർ പട്ടണം. രാവിലെ ബസ്സിന് പോകും. ചന്തയിൽ പോയി മൂരികളെ മേടിച്ച് കാളകളെ മേടിച്ച് നടത്തി വേണം കൊണ്ടുവരാനായിട്ട്. ഇന്നത്തെ പോലെ അന്ന് ലോറികളൊന്നും അങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കില്ല. കാളകളുടെ നടത്തി കൊണ്ടുവരണം. അപ്പോഴേക്കും ഒരു രാത്രി 10 മണിയൊക്കെ ആവും. എന്നാലും ഞങ്ങൾ ഉറങ്ങാണ്ട് കാത്തിരിക്കും, ഞങ്ങൾ വരുന്നത് കാത്ത്. പിറ്റേ ദിവസം രാവിലെ തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് സൂര്യോദയമാകുമ്പോൾ തന്നെ അവറ്റങ്ങളെ പരീക്ഷിച്ച് നോക്കും. മിക്കവാറും പരിചയമില്ലാത്ത കാളകളായതുകൊണ്ട് കരിയും വലിച്ചിട്ട് ഓടും. അപ്പോൾ ഓടാണ്ടിരിക്കാനായിട്ട് മുൻപിൽ അതിൻ്റെ തലക്കയറെന്ന് പറയും, അത് പിടിച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടാവും. എന്നാലും നല്ല സ്പീഡിൽ, സാധാരണ ഉഴവ് പരിശീലിച്ച കാളകളെ പോലെ അല്ല അവർ പോവുക. ഞാൻ പറഞ്ഞു വന്നത്, പരിശീലനം ലഭിക്കാത്ത കഴുത ഒരാറ് കയറിയാലും അത് കുതിച്ച് ചാടും, ബഹളം വയ്ക്കും. ഇവിടെ ഈ പരിശീലനം കിട്ടാത്ത കഴുതയുടെ പുറത്ത് യേശു കയറി ഒരു കുഴപ്പവും ഉണ്ടാക്കിയില്ല. അത് വളരെ ശാന്തനായി അക്ഷോഭ്യനായി തൻ്റെ യജമാനനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ആ പരിശീലനം കിട്ടിയിട്ടില്ലാത്ത കഴുത മനസ്സിലാക്കി തൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത് വെറുമൊരു വ്യക്തിയല്ല, തൻ്റെ കൂടി സ്രഷ്ടാവായ, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ യേശുവാണ് എന്ന്. അതുകൊണ്ട് അക്ഷോഭ്യനായി യേശുവിനെയും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ കഴുതയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടിയുണ്ട്. സാധാരണയായിട്ട് കുട്ടികളുള്ള കഴുതയായാലും പശുവായാലും മൂരിയായാലും കൂടെ നിൽക്കുന്ന കുട്ടി, മൂരി പ്രസവിച്ച അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തു ചെയ്യും? കുട്ടികളുടെ സാന്നിധ്യത്തിൽ അവർക്ക് ശൗര്യം കൂടും. കോഴിക്ക് വരെ കോഴിക്കുട്ടികൾ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ അടുത്ത് ചെന്നാൽ ഉടനെ തന്നെ കോഴി കുത്താൻ വരും. അപ്പോൾ ഈ കുഞ്ഞ് കൂടെ ഉണ്ടായിട്ടും, കഴുതക്കുട്ടി കൂടെ ഉണ്ടായിട്ടും ഈ കഴുത ക്ഷോഭിച്ചില്ല, കുതിച്ച് ചാടിയില്ല, അക്ഷോഭ്യനായി നിന്നു.
ആ കഴുത തൻ്റെ സ്രഷ്ടാവിനെ സാക്ഷ്യപ്പെടുത്തുമായിരുന്നു. നമ്മൾ പലരും ചെയ്യാത്ത കാര്യങ്ങളാണ്. നമ്മൾ പലരും ചെയ്യാത്ത കാര്യങ്ങൾ. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ സ്രഷ്ടാവിനെ സ്മരിക്കാറുണ്ടോ? ഒരവസരം വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്രഷ്ടാവിനെ സാക്ഷ്യപ്പെടുത്താറുണ്ടോ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുമ്പോഴെങ്കിലും നമ്മൾ ആ സ്രഷ്ടാവിനെ സാക്ഷ്യപ്പെടുത്താറുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളതിന് വിമുഖത കാണിക്കുന്നവരാണ്. എന്നാൽ ഈ കഴുത അങ്ങനെയല്ല. കഴുത മാത്രമല്ല, ഇനി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഡാനിയലിനെ സിംഹക്കുഴിയിലിട്ടിട്ട് ആ സിംഹം തൊട്ടില്ല. എന്നാൽ ദാനിയേലിനെ കയറ്റി ദാനിയേലിനെതിരെ അപവാദം പ്രചരിപ്പിച്ചവരെ ഇട്ടപ്പോൾ താഴെ എത്തുന്നതിന് മുമ്പ് ആ സിംഹങ്ങളെ അടിച്ചു വീഴ്ത്തിയെന്നാണ്. ദാനിയേൽ ആരാധിക്കുന്ന ആ തമ്പുരാൻ ഞങ്ങളുടെയും സ്രഷ്ടാവാണ് എന്ന് തിരിച്ചറിഞ്ഞ സിംഹങ്ങൾ, മത്സ്യങ്ങൾ. ഇനി ഉദാഹരണമുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വേറെ യോന പ്രവാചകൻ്റെ കാര്യമാണ്. യോന പ്രവാചകനോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. കാരണമുണ്ട്. ഞാൻ നിനവയിലേക്ക് പോകും, അവിടെ മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കും, ജനങ്ങൾ മനസ്സ് തിരിയും, അവരെ ദൈവം ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. ഇത് യോനായ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. നിനവേ നിവാസികളോട് അദ്ദേഹത്തിന് എന്തോ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അവർ മോശം ആളുകളാണെങ്കിൽ അവർ അതിന് ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ക്ഷമ അത് മനസ്സിലാക്കാൻ യോനായ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം ടാർഷിസിലേക്ക് പോയി. പിന്നീടുണ്ടായ സംഭവം നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹം സഞ്ചരിച്ച കപ്പലിൽ അപകടത്തിൽപ്പെടുകയും കോളിളക്കത്തിൽപ്പെടുകയും ആളുകൾ അതിന് കാരണക്കാരനെ കണ്ടെത്തുകയും യോന ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. യോനായിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടു. ഈ അവസരത്തിൽ ഒരു തിമിംഗലം വന്ന് യോനായിനെ വിഴുങ്ങുകയാണ്. അത് സാധാരണ അതിൻ്റെ ഇരയായിട്ടല്ല അതിനെ വിഴുങ്ങിയത്. ഇരയായിട്ട് വിഴുങ്ങുകയാണെങ്കിൽ പല്ലുകൾ കൊണ്ട് കടിച്ച് ഒക്കെ ആയിരിക്കും താഴേക്ക് വിടുന്നുണ്ടാവുക, ഉള്ളിലേക്ക് വിടുക. ഇതങ്ങനെയല്ല. പോറൽ പോലും ഏൽക്കാതെ, യോനായ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ തൻ്റെ ഉദരത്തിൽ വഹിച്ചു. ഉദരത്തിൽ വഹിച്ച് കൊണ്ടുപോയി. ആ തിമിംഗലത്തിനൊരു ചാൻസ് കിട്ടുകയാണ്. തൻ്റെ സ്രഷ്ടാവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള ചാൻസ് കിട്ടുകയാണ്. ആ തിമിംഗലത്തിന് തൻ്റെ സ്രഷ്ടാവിൻ്റെ ഇംഗിതം മനസ്സിലായി. എന്താ ഇംഗിതം? നിനവേയിലെ നഗരത്തിലെ ആളുകൾ മാനസാന്തരപ്പെടണം. അതിന് യോനായുടെ പ്രസംഗം കേൾക്കണം. ഈ ഇംഗിതം യോനായ്ക്ക് മനസ്സിലായെങ്കിലും കൂട്ടാക്കിയില്ല. മറിച്ച് തിമിംഗലത്തിന് മനസ്സിലായി. ആ തിമിംഗലം യോനായെയും വഹിച്ചുകൊണ്ട് അതിശീഘ്രം നിനവേ നഗരത്തിലെത്തി അവിടെ അതിനെ ഛർദ്ദിച്ചിട്ടു. യോനായെ ഛർദ്ദിച്ചിട്ടു. ഇത് യോന തിരിച്ചറിഞ്ഞു. ഇത് ദൈവത്തിൻ്റെ നിയോഗമാണ്. അവിടുന്ന് തന്നെ ഏൽപ്പിച്ച ജോലിയാണ്. അത് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ ദൈവം സമ്മതിച്ചില്ല. അവിടെ ആ തിമിംഗലം തൻ്റെ സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞു.
മഹത്വപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു. നമുക്ക് ഒറ്റ ഓശാനയുള്ളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്താ പ്രത്യേകത? ദൈവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് മഹത്വം കവിഞ്ഞൊഴുകും. നിറയെ വെള്ളമുള്ളൊരു പാത്രത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തുന്ന വ്യക്തിയിലേക്ക് കവിഞ്ഞൊഴുകും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദിവസവും കുറച്ച് നേരം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ കുട്ടികളെ ഇടയ്ക്ക് അങ്ങനെ പരിശീലിപ്പിക്കാറുണ്ട്. പഠിക്കാനിരിക്കുമ്പോൾ അല്പം നേരം ധ്യാനിക്കുക. ധ്യാനിക്കുന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് നമ്മളെപ്പറ്റിയൊരു പദ്ധതിയുണ്ട്, അതെന്താണെന്ന് തിരിച്ചറിയലാണ്. തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ആദ്യം ധ്യാനത്തിലൂടെ തിരിച്ചറിയുകയാണ് എന്താണ് ദൈവത്തിന് എന്നെപ്പറ്റിയുള്ള പദ്ധതി. അത് പറയുന്നുണ്ടല്ലോ, ജെറമിയയിൽ പറയുന്നുണ്ട്, അത് നിൻ്റെ നാശത്തിനുള്ളതല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. ആ പദ്ധതി തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ കുട്ടികളോട് പറയും. ധ്യാനത്തിലൂടെ ദൈവത്തിൻ്റെ ഇംഗിതം തിരിച്ചറിയാനും പറയും. ഓരോ ക്ലാസ്സും ആരംഭിക്കുന്നത് 2 മിനിറ്റ് മെഡിറ്റേഷനിലൂടെയാണ്. ഈ സമയത്ത് ദൈവവുമായി ഒന്ന് ചേർന്ന് ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കലാണ്. ഇത് വെളിപ്പെട്ട് കിട്ടാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളൊക്കെ ഈ ലോകത്തിൽ ഇങ്ങനെ വ്യാപരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, കുട്ടികൾക്ക് എന്നും നിർദ്ദേശമുണ്ട് 2 മിനിറ്റ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് ദൈവത്തെ അല്പം നേരം സ്തുതിക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റിൻ്റെ പകുതി ഭാഗം ദൈവത്തെ സ്തുതിക്കലാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കലാണ് ഈ മെഡിറ്റേഷനിലൂടെയും സ്തുതിപ്പിലൂടെയും നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറി അത് പറയുന്നത് ഇങ്ങനെയാണ്, സുഖേ സോയെ എന്നാണ്. സുഖേ എന്നുള്ള വാക്ക് സൈക്കിൽ നിന്ന് വരുന്നതാണ്. സോയെ എന്നുള്ള വാക്ക് സോളിൽ നിന്ന് വരുന്നതാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 2 ഉള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സും ആത്മാവും, ഇത് 2 ഉള്ളൂ. ഇതിൻ്റെ അനുഭവങ്ങളാണ് ഈ ലോകം മുഴുവൻ. മനസ്സിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാം. സോളിൻ്റെ അനുഭവങ്ങളാണ് ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്കുണ്ടാകുന്നതെല്ലാം. സുഖേ സ്വയേ, ഇത് 2 മാത്രമാണ് ഇന്ന് നിലവിലുള്ളൂ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറി പറയുന്നത്. ഒന്ന്, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് സുഖേ, നമ്മുടെ മനസ്സ്. 2, സോയെ, ഈ ലോക ജീവിതത്തിന് അപ്പുറത്ത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ സോളാണ്. ഈ സുഖേ എന്തിനു വേണ്ടി ഉപകരിക്കേണ്ടിയിരിക്കുന്നു? ഈ ലോക ജീവിതത്തിന് അപ്പുറമുള്ള ആ ആത്മാവ് അനുഭവിക്കാൻ പോകുന്ന ആ ജീവിതം, അതിന് സഹായകരമാകണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ആ രൂപാന്തരപ്പെടലാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഉണ്ടാകേണ്ടത്. മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും
പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അതാണ് സോയെ, ആത്മാവ് അനുഭവിക്കാൻ പോകുന്ന ആ പരലോക ജീവിതം. അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ഈ സുഖേ, മനസ്സ്, അതിൻ്റെ അനുഭവങ്ങൾ, അത് ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും.